Hi dears, welcome to Achus design. ഇന്ന് നമ്മൾ സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 കളറിലെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടി കുറച്ച് പേളും കൂടെ വേണം. ഇനി നമുക്ക് ആ ഒരു പേള് നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്റർ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഇങ്ങോട്ട് ഫ്ലവേഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തായിട്ട് സെൻറ്ററിൽ ആ ഒരു വൈറ്റ് കളറിലെ ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ചുറ്റും നമുക്ക് റിങ്ങോട്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ത്രെഡ് ഇതുപോലെ എടുത്തിട്ട് 2 ടൈംസ് നീഡിലൊന്ന് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് താഴേക്ക് വലിക്കുക. അതിനുശേഷം അടുത്ത സെറ്റിലും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. 3 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് പതിയെ താഴേക്ക് വലിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ബീഡിന് ചുറ്റുമായിട്ട് ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് വരുന്ന ഭാഗത്തായിട്ടെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ബോർഡർ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ ആദ്യം ഇതുപോലെ വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ റിങ്ങോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ബാക്കിയുള്ള റിങ്ങോട്ടും കൊണ്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്ലവേഴ്സ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റെം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റെമ്മെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് ലീഫിനും സ്റ്റെമ്മിനും ഫ്ലവേഴ്സിനും ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡിലേക്കായിട്ട് നമുക്ക് ലീഫ് നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. കാരണം ഇതിനകത്ത് വലിയ സ്റ്റിച്ചസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ചെയ്യേണ്ടത് റിങ്ങോട്ടും സ്റ്റെമ്മും ലേസി ഡേസി സ്റ്റിച്ചുമാണ്. 3 ബേസിക് സ്റ്റിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ത്രെഡ് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്ര തിക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് ത്രെഡിൻ്റെ അളവൊന്ന് കൂട്ടിയെടുക്കാം. ഞാൻ ഇവിടെ 2 സൈഡിലേക്കും നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.
വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you dears.